ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്നൊരു വലിയ ക്ലീനിങ് ദിവസമാണ്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾക്ക് ചെയ്യാനുള്ള പണികൾ ഇങ്ങനെ റീഷെഡ്യൂൾ ചെയ്ത് അത് ഒരിക്കലും നടക്കാതാവും. അങ്ങനെ എനിക്കിപ്പോൾ ഒരു പണി തലക്കേറ്റും കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മഴയല്ലേ, നനവുണ്ടാവും, ഈർപ്പുണ്ടാവും എന്ന് വിചാരിച്ച് നനയ്ക്കാതിരുന്നിട്ട് പല ചെടികളുടെയും മൂട് ഭാഗം നല്ല ഡ്രൈ സോയിലായിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് പണിയെന്ന് പറഞ്ഞാൽ ആ ചെടികളിരിക്കുന്ന ആ ഭാഗം നന്നായിട്ട് ക്ലീനാക്കി കൊടുക്കണം. കാരണം മഴവെള്ളം ഇങ്ങനെ തെറിച്ച് നമ്മുടെ തറയോടിൻ്റെ കളറ് തന്നെ മാറിയിട്ടുണ്ട്. രണ്ടാമത്, ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടതിന് ശേഷം തണലിലേക്ക് മാറ്റി വെച്ച കുറേ ചെടികൾ നമ്മുടെ വീടിന് ചുറ്റുമുണ്ട്. അതെടുത്ത് ഞാൻ വെക്കേണ്ടടുത്ത് വെച്ചില്ലെങ്കിൽ ഇതെല്ലോ കാട്ടു ചെടിയാണെന്ന് വിചാരിച്ച് പണിക്ക് വരുന്ന ചേട്ടനോ വീട്ടിലുള്ള ആരെങ്കിലും എടുത്ത് പറിച്ച് കളയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് അതിൻ്റെ പൊസിഷനിൽ കൊണ്ടുവയ്ക്കണം. മൂന്നാമത്, ഈ ചെടികൾക്കെല്ലാം ഒന്ന് മഴ നനപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഇത്രയും പണികളാണ് ഇനി ഒറ്റയെടുത്ത് ചെയ്യാൻ പോകുന്നത്. മടിയൻ മല ചുമക്കും എന്ന് പറയുന്നത് എവിടെയോ സത്യമല്ലേ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ നമ്മളുടെ ചെടികളെല്ലാം മാറ്റിയതിന് ശേഷം കുറച്ച് സോപ്പ് പൊടിയുടെ ലിക്വിഡ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് തേച്ചൊരച്ച് കഴുകിയാലേ ഉള്ളൂ ഈ ചെടി പോകത്തുള്ളൂ കേട്ടോ. ഇതെങ്ങനെ ഇങ്ങനെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വീടിന് ഏകദേശം ഒരു 10-15 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. അപ്പം ഓരോ തവണ മെച്ചിൽ താന്നു പോകുമ്പോഴും അച്ഛൻ വീണ്ടും മെച്ചിലിറക്കും. അങ്ങനെ ഇറക്കി ഇപ്പം തറയോടിൻ്റെ പൊക്കത്തിലാണ് മെച്ചിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ചെളി ഇങ്ങനെ ഊർന്ന് തറയോടിലേക്ക് ഇറങ്ങും. അതിനൊരു സൊല്യൂഷനൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ സമയത്തിൻ്റെ കുറവ് മൂലം അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഓണാവധി വരുന്നുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ എന്തായാലും നല്ലപോലെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കാം എന്നുള്ളതാണ് പ്ലാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേച്ച് കഴുകും കേട്ടോ. തേച്ച് കഴുകുന്നത് സന്തോഷിപ്പിക്കുന്ന ആളുകളുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ വൃത്തിയാക്കുന്നത് ഭയങ്കര എന്തോ ഒരു കുളിര് തരുന്നൊരു പ്രവൃത്തിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ വൃത്തികേടാക്കത്തില്ലെന്നല്ല, ഞാൻ തന്നെ വൃത്തികേടാക്കും, എന്നിട്ട് ഞാൻ വൃത്തിയാക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. ചില ദിവസം എൻ്റെ റൂം കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് തോന്നും, പക്ഷെ ചില ദിവസം നല്ല നീറ്റായിരിക്കും. എനിക്ക് സമയം എടുത്ത് വൃത്തിയാക്കാനാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെയുള്ളവരുണ്ടോ? അത് തന്നെ, എനിക്കിപ്പം എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ ചെറിയൊരു സ്പേസ് ആയിരിക്കും, പക്ഷേ എനിക്കിത് രാവിലെ തൊട്ടെടുക്കും. അതിൻ്റെ മുക്കും മൂലയും തുടങ്ങി ഒരു പൊടി പോലെയില്ലെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ വൃത്തിയാക്കിയ റൂമിലൂടെ എല്ലാവരും ആരെങ്കിലും നടന്നു പോകുമ്പോൾ ഒരു തരി പൊടി പറ്റിയാൽ ഞാൻ അവിടെ ലഹള ഉണ്ടാക്കും കേട്ടോ. ഇതെൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മ പറയാറുണ്ട്, കാർത്തി നീ ക്ലീൻ ആക്കണ്ട, ഞാൻ ആക്കിക്കോളാമെന്ന്. അപ്പം സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ചെടികളെല്ലാം ഇറക്കി വെച്ചപ്പോഴേക്കും മഴ പതിവ് പോലെ എന്നെ ചതിച്ചു. അപ്പം ഞാൻ പിന്നെ കുറച്ച് വെള്ളമാക്കി ഒഴിച്ചു കൊടുത്തു. കാരണം ഒരുപാട് നീട്ടിക്കൊണ്ട് പോയാൽ ഞാൻ മഴ നനഞ്ഞുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മഴ വരും, ഞാൻ നനയും, ചെടികൾ നനയുന്നില്ല. അങ്ങനെ ഇനി തിരിച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞ് അവരെ ഇരുന്നിടത്തേക്ക് വെക്കാം എന്ന് വിചാരിച്ചു. ഇങ്ങനെ തിരിച്ചെടുത്ത് വെക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരിതാണല്ലോ, ഒന്ന് വെറൈറ്റി പിടിച്ചാലോ എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. പിന്നെ ഇതിൻ്റെ പഴകിയ ഇലകളെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. പലർക്കും ഉള്ള പ്രശ്നമാണ്, പല ചെടികളും നട്ടിട്ട് വർഷങ്ങളായി, പക്ഷേ ഇതിനൊന്നും സാപ്ലിങ്സ് അല്ലെ പുതിയ ചെടികൾ അതിൽ നിന്ന് പൊട്ടിക്കിളിർത്ത് വരുന്നില്ല. നമ്മൾ അതാഗ്രഹിച്ചായിരിക്കും. പലപ്പോഴും നമ്മുടെ പൈസയുടെ കുറവ് കൊണ്ട് ചില ചെടികൾ വാങ്ങിയിട്ട് അതിൽ നിന്ന് പുതിയത് കിളിർക്കുമല്ലോ, അപ്പം നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. ഇതായിരിക്കും നമ്മുടെയൊക്കെ സ്വപ്നം. പലപ്പോഴും ഈ സ്വപ്നം തകർക്കപ്പെടുന്നു അല്ലേ. വർഷങ്ങളുടെ കാത്തിരിപ്പ് കഴിഞ്ഞിട്ട് പോലും അങ്ങനെയുള്ള അഗ്ലോണിമയൊക്കെ എനിക്കുണ്ട് കേട്ടോ. പുതിയതൊന്നും കിളിർക്കുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് ഈ അഗ്ലോണിമയിലും പീസ് ലില്ലിയിലും ഒക്കെ ഫ്ലവർ വരും. ശരിക്കും എനിക്ക് പീസ് ലില്ലിയുടെ ഫ്ലവർ എനിക്കിഷ്ടമാണ്. പക്ഷേ അഗ്ലോണിമയുടെ ഒന്നും ഫ്ലവറിൻ്റെ ആവശ്യതയുണ്ടോ? അതിൻ്റെ ആ ലീഫിനല്ലേ ഭംഗി. അപ്പം എന്തിനാണ് ഈ ഫ്ലവറിലേക്കും കൂടി ഈ ചെടി എനർജി വേസ്റ്റ് ആക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫ്ലവർ വരുമ്പോൾ അങ്ങ് മുളയിലെ നുള്ളിയേക്കണം. അതായത് ഫ്ലവറിന് ഈ എനർജി പോവാൻ അനുവദിച്ചുകൂടാ. ഫ്ലവർ വരുമ്പോൾ തന്നെ കട്ട് ചെയ്ത് മാറ്റിയാൽ ആ ഫ്ലവറിന് ഈ പ്ലാന്റ് എടുക്കുന്ന എനർജി കൂടി നമ്മുടെ പ്ലാന്റ് വളരാൻ ഉപകരിക്കും. അപ്പോൾ പുതിയ പുതിയ ചെടികൾ നമുക്ക് പൊട്ടിക്കിളിർക്കും. ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ അടുക്കി വെച്ചപ്പോൾ എനിക്ക് തോന്നുകയാണ്, അയ്യോ എൻ്റെ കയ്യിൽ പച്ച മാത്രമേ ഉള്ളൂ, ഞാൻ അഗ്ലോണിമാസ് മാത്രമാണ് കുറച്ച് കളർഫുൾ, ഇനി മണി പ്ലാന്റിലൊക്കെ വരികേറ്റിട്ടുണ്ടെന്ന് പറഞ്ഞാലും എന്തോ മൊത്തം കാണുമ്പോൾ ഒരു പച്ചപ്പ്.
എനിക്ക് തോന്നുന്നു പൂച്ചെടികൾ ആഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന്. സോ താമസിക്കാതെ ഞാൻ ഉറപ്പായിട്ടും കുറേ പൂച്ചെടികൾ കൊണ്ടുവരും. ഓണത്തിന് എനിക്ക് ടാർഗറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സമയം എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. ഇങ്ങനെ ഓരോരോ പണി തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിചാരിക്കുന്ന പോലെ നടക്കത്തില്ല. എന്നാലും ഒരു വക്കീലിൻ്റെ പൂന്തോട്ടം ഏറെക്കുറെയൊക്കെ നന്നായിട്ടില്ലേ? ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വെള്ളം മതിക്കാനാവാത്ത ആസറ്റാണ്. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് പല വീഡിയോയും ചെയ്യുന്നത്. അതിന് എനിക്ക് ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ വിചാരിച്ചതിലും കൂടുതൽ സപ്പോർട്ട് കിട്ടി. വേഗം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ പറ്റി. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഇനി ചെയ്യാൻ പോകുന്നവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ഒത്തിരി നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള വീഡിയോസും പോയി കാണണം. ഇതുണ്ടോ, ഈ ഭാഗത്തൊക്കെ ഇനിയും ചെടികൾ എടുക്കാൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കുന്ന വീഡിയോയുമായി ഉടനെ ഞാൻ വരും. അപ്പോൾ ബൈ ഫ്രം ഇവിടുത്തെ വിശേഷങ്ങൾ.